അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു കപ്പ് റവ, ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് ചീകിയെടുത്ത് വരാം. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചീകിയെടുത്തിട്ടുണ്ട്. പിന്നെ കഴുകിയെടുത്തിട്ടൊന്നുമില്ല, അതിൻ്റെ വെള്ളമൊന്നും കളഞ്ഞിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. പുളി കുറവുള്ള തൈരാണ്. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കിഴങ്ങിൻ്റെ കളറൊന്നും മാറിപ്പോവില്ല. നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഒന്ന് ചെറുതാക്കി വട്ടത്തിലരിഞ്ഞതാണ്. ഈ ഒരു മുളകിൻ്റെ എരിവ് മാത്രമേ നമ്മളിതിൽ ചേർക്കണുള്ളൂ. എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള റവ, ഒരു 1.25 കപ്പ് റവ ഉണ്ട്. അത്ര തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കുഴഞ്ഞ് ഇത്തിരി വെള്ളം പോലുള്ളൊരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇത്തിരി ടൈറ്റായി പോകരുത്. അപ്പോൾ നമുക്ക് റവ നന്നായിട്ട് വെന്ത് കിട്ടൂല. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. റവയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ റവ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നല്ല പശു നെയ്യാണ്. ഒന്ന് ചൂടായി വരുമ്പോൾ പാനിലൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കരുത്, അപ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടൂല. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ മേൽഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. ഒരു പ്ലേറ്റിലേക്കൊന്ന് കമഴ്ത്തി കൊടുത്തിട്ട് തിരിച്ച് പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അടിഭാഗമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.